Hi, may peace and blessings be upon you all. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് മൊഡ്യൂൾ 5-ലെ സെക്കൻഡ് പാർട്ട് ആപ്ലെറ്റ് എന്നുള്ള പാർട്ടാണ്. അപ്പോൾ ആദ്യം പ്രാക്ടിക്കൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി? അപ്പം സിംപ്ലി ആദ്യം ആപ്ലെറ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് കോഡ്. റൺ ചെയ്തു. റെഡി? സോ ദിസ് ആപ്ലെറ്റ്, ഇതൊരു ആപ്ലെറ്റ് വ്യൂവർ ആണ്. അതിൻ്റെ അകത്താണ് നമ്മൾ ആപ്ലെറ്റ് വ്യൂ ചെയ്ത്. വെൽക്കം ഇൻ ജാവ ആപ്ലെറ്റ്, നമ്മളിവിടെ ഒരു സ്ട്രിങ് കൊടുത്തു. വെൽക്കം ഇൻ ജാവ ആപ്ലെറ്റ് അവിടുത്തെ ഇവിടെ റൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം തന്നെയാണ്, ജാവ പ്രോഗ്രാം തന്നെയാണ്. അത് ജാവ വെർച്വൽ മെഷീൻ്റെ മുകളിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് program which works in a HTML browser basically or in an applet viewer. Okay, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ബ്രൗസറിനകത്ത് വർക്ക് ചെയ്യാൻ നോക്കാം. സോ നമുക്കിവിടെ കാണാൻ പറ്റും applet1.java, ഇതാണ് ഫയൽ. ഓക്കെ, സോ ദിസ് ഈസ് ദി applet java ഫയൽ. ഇനി ഈ ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു HTML ഫയലിനകത്താണ് റൺ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കൊരു HTML ഫയൽ വേണം അല്ലേ? റെഡി? സോ ഇതാണ് അത് റൺ ചെയ്യാനുള്ള HTML ഫയൽ, applet1.html. റെഡി? ഇതൊരു HTML ഫയലാണ്. ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് HTML ഫയൽസ്. ഇപ്പോൾ ഒരു HTML ഫയൽ എടുത്താൽ HTML ടാഗ് ഉണ്ടാവും. HTML ഇത് എൻഡ് ചെയ്യുന്നത് /HTML എന്നുള്ള ടാഗ്. ഓക്കെ, ഇതിൻ്റെ അകത്താണ് നമ്മൾ HTML കംപ്ലീറ്റ് കോഡ് എഴുതുക. നമ്മൾ സാധാരണ ബ്രൗസറിൻ്റെ അകത്തുള്ള വെബ് പേജസ് എല്ലാം HTML ആണ് വരിക. ഓക്കെ, പിന്നെ ഹെഡ് /ഹെഡ് ഇവിടെ നമ്മളൊന്നും കൂടുതൽ കൊടുത്തിട്ടില്ല. അതുപോലെ ബോഡി /ബോഡി. അപ്പോൾ HTMLൻ്റെ അകത്ത് ഹെഡ്, ബോഡി. ഇനി ബോഡി പാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഈ HTML പേജിൻ്റെ അകത്ത് എംബഡ് ചെയ്യണം, നമ്മുടെ ജാവ കോഡ് എംബഡ് ചെയ്യണം. അത് നമ്മുടെ ജാവ ആപ്ലെറ്റ് എംബഡ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള ഒരു ടാഗാണ് ആപ്ലെറ്റ് എന്നുള്ളത്. ആപ്ലെറ്റ് /ആപ്ലെറ്റ്. ഓക്കെ, ആപ്ലെറ്റ് /ആപ്ലെറ്റ് എന്നുള്ളതിൻ്റെ അതിൻ്റെ അകത്തുള്ള പാരാമീറ്റേഴ്സാണ് കോഡ് ഈസ് ഈക്വൽ ടു നമ്മുടെ ജാവ ഫയലിൻ്റെ പേര്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാൽ ജാവ ഫയലിൻ്റെ പേരാണ് applet1.class. ഓക്കെ, എക്സിക്യൂട്ടബിൾ ബൈറ്റ് കോഡിൻ്റെ ഫയലിൻ്റെ നെയിമാണ് നമ്മളിവിടെ കൊടുക്കുക, applet1.class. പിന്നെ അതിൻ്റെ വിഡ്ത്ത് എത്ര വേണമെന്നുള്ള 800, ഹൈറ്റ് 500. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ. റെഡി? ഇനി എങ്ങനെയാണ് ഈ applet1.class കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദീസ് തിങ്സ്. അപ്പോൾ applet1.class എന്നുള്ള ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ കയ്യിലുള്ള applet1.java എന്നുള്ള ഫയൽ നമ്മൾ ജാവ സി വെച്ചിട്ട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? ഓക്കെ, അവിടെ ജാവ സി applet1.java, സോറി, java c applet1.java. ഓക്കെ, ഈ applet1.java എന്നുള്ള ഫയൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? we will get applet1.class. ഇതാണ് കമ്പൈൽ ചെയ്ത് ജാവ ഫയൽ. ഓക്കെ, .class എന്നുള്ള ഫയൽ. ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്ത് എംബഡ് ചെയ്യുക, ഈ HTMLൻ്റെ അകത്ത് എംബഡ് ചെയ്യുക. അപ്പോൾ നമ്മളെന്ത് HTML ഫയൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്യും? ജാവ ആപ്ലെറ്റ് വർക്ക് ചെയ്യും, ജാവ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഓക്കെ, ജാവ വെർച്വൽ മെഷീൻ്റെ മുകളിൽ ജാവ ആപ്ലെറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് റൺ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, applet1.java അല്ല, applet1.html. ready? When you drag and drop
it into a Internet Explorer. നമുക്ക് കാണാൻ പറ്റും ആക്ച്വലി ഇതോടെ വർക്ക് ചെയ്യുന്നില്ല. റെഡി, സാധാരണ രീതിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്, പക്ഷേ ഇപ്പോഴുള്ള ബ്രൗസേഴ്സൊന്നും എന്ത് ചെയ്യില്ല. ഓൾഡ് വേർഷൻസ് ഓഫ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് റൺ ചെയ്യും, പക്ഷേ ന്യൂ വേർഷൻസിലൊന്നും അത് റൺ ചെയ്യില്ല. ബേസിക്കലി അത് അവർ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുക. കാരണം മുന്നേ ഹാക്കേഴ്സ് അത് കാര്യമായിട്ട് യൂസ് ചെയ്തത് കാരണം അതെന്ത് ചെയ്തു, ബ്രൗസേഴ്സെല്ലാം അതിൻ്റെ സപ്പോർട്ട് പിൻവലിച്ചു. കാരണം ഒരു ജാവ ആപ്ലിക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്ലയൻറ്റിൻ്റെ മെഷീനിൽ റൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ സിസ്റ്റം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു ജാവ ആപ്ലെറ്റിൻ്റെ കോഡ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ജാവ പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യും. അപ്പോൾ അത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ബ്രൗസർ സപ്പോർട്ട് ചെയ്യാത്തത്. പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ ആപ്ലെറ്റ് റൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ നെറ്റ് ബീൻസ് IDEൻ്റെ അകത്തുണ്ട്. അതുപോലെ ആപ്ലെറ്റ് വിയർ പ്രോഗ്രാം നമുക്ക് കിട്ടും. ആപ്ലെറ്റ് വിയർ പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ആപ്ലെറ്റ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ രൂപത്തിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ക്ലാസ് നിങ്ങളുടെ കൊടുത്ത ക്ലാസ് എക്സ്റ്റെൻസ് ആപ്ലെറ്റ് എന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതിൻ്റെ നിങ്ങൾക്ക് പെയിൻറ്റ് മെത്തേഡ് എഴുതാം. പെയിൻറ്റ് മെത്തേഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, g.drawString എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്ട്രിങ് ഡ്രോ ചെയ്യാം. അതുപോലെ മറ്റും ഫങ്ഷൻസ് ഉണ്ട്, വെൽക്കം ടു ഇറ്റ്. അതുപോലെ നമുക്ക് വേണ്ട 2 പാക്കേജുകൾ java.applet.starഉം പിന്നെ awt.starഉം ചില വിൻഡോ ബട്ടൺസിനൊക്കെ വേണ്ടിയിട്ട് ബട്ടൺസ് അതുപോലെ അങ്ങനത്തെ അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റിൻ്റെ ഒബ്ജക്ട്സ് നമ്മൾ awt.starഉം എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണുള്ളത്. റെഡി. സോ വെൻ യു ട്രൈ ടു റൺ ദിസ് ഫയൽ വിൽ ഗെറ്റ് വെൽക്കം ഇൻ ജാവ ആപ്ലെറ്റ്. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ജാവ ആപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൽ നമുക്ക് ബട്ടൺസും കൊടുക്കാം, അതിന് ആക്ഷൻസ് കൊടുക്കാം. അത് നമ്മൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ 2 നമ്പേഴ്സ് 2 ബോക്സിൽ കൊടുത്തിട്ട് അത് റൺ ചെയ്ത് നമുക്ക് റൺ ചെയ്യാം. വെൽക്കം ടു ദാറ്റ് എക്സാമ്പിൾ. ഓക്കെ, എക്സാമ്പിൾ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 നമ്പേഴ്സ് കൊടുത്തു എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് എക്സാമ്പിൾ. അനദർ എക്സാമ്പിൾ ഈസ് ഇപ്പോൾ ഈ 2 എക്സാമ്പിൾസാണ് നമ്മളിത് ഇതിൽ മെയിനായിട്ട് പറയാം. പിന്നെ കുറച്ച് തിയറി. 6 സെക്കൻഡ് നമ്പർ കൊടുത്തു, ആഡ് അടിച്ച് കഴിഞ്ഞാൽ സം ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ആപ്ലെറ്റ് ഫങ്ഷനാലിറ്റി. റെഡി. നമുക്കതിൽ കുറച്ച് തിയറി കാര്യങ്ങൾ പറയാം, നമുക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ളതും. ഓക്കെ, സോ ദാറ്റ്സ് ബേസിക്കലി an applet. Ready. So when we come to the theory part, നമുക്ക് സിലബസിലുള്ളത് ഇത്രയും കാര്യമാണ്. ആപ്ലെറ്റ് ബേസിക്സ് ആൻഡ് മെത്തേഡ്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്, ഡെലിഗേഷൻ, ഇവൻറ്റ് മോഡൽ, ഇവൻറ്റ് ക്ലാസ് സോഴ്സ് എക്സെട്ര. ഓക്കെ, അതിനകത്ത് നമുക്ക് അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് ഉണ്ട് സെക്കൻഡ് മോഡ്യൂളിൽ. അപ്പോൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് 2 ആപ്ലെറ്റ്സിലും വരുന്നതാണ്, ഫ്രെയിംസിലും വരുന്നതാണ്. Okay, so we'll have some common discussion first. Ready. Okay, so while coming to applet theory part, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഏറ്റവും ബേസിക് ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഡാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ ജാവ AWT യൂട്ടിലിറ്റി ആപ്ലെറ്റ് സ്വിങ് എന്നുള്ള പാക്കേജുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് എക്സ്റ്റെൻസ് ആപ്ലെറ്റ് ഓർ ജാപ്ലെറ്റ്, ഇത് സ്വിങ് ഇതിൽപ്പെട്ടതാണ്. അത്രയുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് വൈഡ് പെയിൻറ്റ് ഗ്രാഫിക് g.drawString ഹലോ വേൾഡ്, അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ്. ഓക്കെ, ഈ ഒരു ബോക്സിന് എത്ര വിഡ്ത്ത് ഹൈറ്റ് വേണമെന്നുള്ളതാണ് കൊടുത്തത്. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ കണ്ട HTML കോഡ്, HTML/HTML ഹെഡ്, പിന്നെ ബോഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതി, ആപ്ലെറ്റ് കൊടുത്തു അല്ലേ. ഇതാണ് നമ്മൾ മെയിൻ പോയിൻ്റ്, ആപ്ലെറ്റ്. മറ്റൊക്കെ HTML കോഡാണ്, നമുക്ക് വേണ്ട രീതിയിൽ HTML പേജ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു ജാവ ഫയൽ കമ്പൈൽ ചെയ്തിട്ടുള്ള
ഫയലിൻ്റെ പേര് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു, അതിന് വേണ്ട ഹൈറ്റും വിഡ്ത്തും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ റൺ ചെയ്ത് കാണാൻ പറ്റും. വി ഹാവ് ഓൾറെഡി സീൻ ദി എക്സാമ്പിൾ. So we are discussing what is an applet, little bit into the theory. Okay, what is an applet? What is the difference between an apple and an applet? Okay, അപ്പോൾ applet എന്ന് പറഞ്ഞാൽ it is a simple Java program, okay, that can be embedded and run in some other platforms or in some other viewers like a browser, a Java technology enabled browser or an applet viewer. It's very simple. Okay, it's a simple Java program. Okay, now going back, let's see a little bit into the basics of Java. Okay, so Java നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്ട്രക്ചറാണല്ലോ ഉള്ളത്. ഓക്കെ, ഒബ്ജക്റ്റുകളായിട്ടാണ് നമ്മളെല്ലാ വേൾഡിലെ എല്ലാ കാര്യങ്ങളും കാണുക. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ വി ഹാവ് different cars objects, okay, of different companies like BMW, Porsche, etc. different cars. ആ കാർസിനെല്ലാം നമ്മൾ കൂട്ടിയിട്ടൊരു ക്ലാസ് ആക്കും അല്ലേ. ഓക്കെ, ഇറ്റ്സ് ക്വൈറ്റ്, ഐ ഹോപ്പ് യു ഓൾറെഡി നോ സച്ച് തിങ്സ്. ഓക്കെ, ഇനി ജാവൻ്റെ ആർക്കിടെക്ചറിൽ നമ്മൾ സാധാരണ .java ഫയൽ നെയിം .java എന്നുള്ള ഒരു ഫയൽ നമ്മൾ റൺ ചെയ്താൽ കമ്പൈലർ പോയിട്ട് എന്ത് ചെയ്യും, ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ കണ്ടിരുന്നു അല്ലേ. നമ്മുടെ .java എന്നുള്ള പിന്നെ ഫയൽ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം വിൻഡോസിൽ ഒക്കെ ആണെങ്കിൽ വിൻഡോസിൽ ലിനക്സിലാണെങ്കിൽ ജാവാസി കമ്പൈലർ പോയി ജാവാസി സ്പേസ് ഫയൽ നെയിം .java എന്ന് നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ബൈറ്റ് കോഡ് കിട്ടും അല്ലേ, .class ഫയൽ കിട്ടും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ആ ബൈറ്റ് കോഡിനെ ലോഡ് ചെയ്യും, ജാവ വെർച്വൽ മെഷീനിലേക്ക് ലോഡ് ചെയ്യും അല്ലേ. നമ്മൾ JR ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് JV നമ്മുടെ കയ്യിലുണ്ടാവും, അതിൽ നമ്മൾ ലോഡ് ചെയ്യും, റൺ ചെയ്യും. റെഡി. സിമിലർലി നമ്മുടെ പിന്നെ ആപ്ലെറ്റും ഇതുപോലെ തന്നെയാണുള്ളത്. ആപ്ലെറ്റും ബൈറ്റ് കോഡ് എന്ത് ചെയ്യും, ബ്രൗസറിൻ്റെ അകത്തുണ്ടാവും, അത് റൺ ചെയ്യും. റൺ ചെയ്യാൻ താഴെ നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ഉണ്ടായാൽ മതി, JR ഇൻസ്റ്റാൾ ആയാൽ മതി, ജാവ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ആയാൽ മതി. അപ്പോൾ അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും വിൻഡോസോ ലിനക്സോ അല്ല മാക്കോ ഏതാണെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വി ഹാവ് മോർ സിമ്പിളാണ് ജാവ, വി ഓൾറെഡി നോ, പോർട്ടബിൾ, സെക്യൂർ, ഫ്രീ ആണ്. പക്ഷേ ദി ഓൺലി ഡിസഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ് ഇറ്റ്സ് സ്ലോവർ ദെൻ ദി നാറ്റീവ് ആപ്ലിക്കേഷൻസ് ലൈക്ക് C or C++ നമ്മൾ എഴുതുകയാണെങ്കിൽ ഡയറക്റ്റ് കോഡ് മെഷീനിൽ റൺ ചെയ്യും. ഇതാകുമ്പോൾ ഒരു വെർച്വൽ മെഷീൻ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ടാവും, അതിൻ്റെ മുകളിലാണ് റൺ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ സെർവർ ഉണ്ടാവും അല്ലേ, നമ്മുടെ കയ്യിലല്ല സെർവർ റൺ ചെയ്യുന്നുണ്ടാവും, വെബ് സെർവർ റൺ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും അല്ല, ബ്രൗസർ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ കണ്ടിരുന്നു തൊട്ട് മുന്നേ. ഓക്കെ, ബ്രൗസറിൻ്റെ അകത്താണ് നമ്മൾ റൺ ചെയ്യുക. ഓക്കെ, ഇതായിരുന്നു ഏറ്റവും ബേസിക് എക്സാമ്പിൾ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആപ്ലെറ്റ്. ഇനി വെബ് സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTTP റിക്വസ്റ്റ്, വെബ് പേജുകൾക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന ഒരു സെർവർ, ഒരു മെഷീൻ. അതിലേക്ക് നമ്മൾ HTTP www.something.com അല്ലേ /HTML അല്ലേ സം ഫയൽ നെയിം .html ആ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ വരും അല്ലേ. എന്നിട്ട് നമ്മൾ മെഷീനിലാണ് റൺ ചെയ്യുക, നമ്മൾ ബ്രൗസറിൻ്റെ അകത്താണ് ആ ഫയൽ റൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്ലെറ്റ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് വഴിയാണ് പോവുക. ഓക്കെ, ഇൻ ബിറ്റ്വീൻ വി ഹാവ് ഡിഫറെൻറ്റ് ലെയേഴ്സ്, TCP, IP, etc. ഓക്കെ, അപ്പം ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. നമ്മുടെ പിന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും അല്ലേ, mypage.html. ഓക്കെ, റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഒരു വെബ് പേജ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും ക്ലയൻറ്റിൻ്റെ മെഷീനിൽ നിന്ന് ഒരു www.something
.com/pagename.html റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ വെബ് സെർവറിൻ്റെ അകത്ത് പോകും. വെബ് സെർവറിന് എന്ത് ചെയ്യും, ആ പേജ് ഇങ്ങോട്ട് അയച്ചു തരും. അത്രേ ഉള്ളൂ. മൈ വെബ് പേജ് .html ഓക്കെ, അത് ഇങ്ങോട്ട് അയച്ചു തരും. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ പ്രോസസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ആപ്ലെറ്റ് കോഡ് ഉണ്ടാവും അല്ലേ. ആപ്ലെറ്റ് കോഡുള്ള ഒരു HTML പേജ് ആണെങ്കിൽ ആപ്ലെറ്റ് കോഡ് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആ ഫയലിൻ്റെ നെയിം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫയലിൻ്റെ നെയിം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യും. ആ ഫയൽ വേണമെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ കറസ്പോണ്ടിങ് ഫയൽ പിന്നെ ഫോൾഡറിലേക്ക് എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ HTML അതേ ഫയലിൻ്റെ തൊട്ടടുത്ത് നിന്നുണ്ടാവും ഈ ഫയലുണ്ടാവും, നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഉണ്ട പോലെ. അപ്പോൾ ഇതെന്ത് ചെയ്യും, റൺ ചെയ്യും. റെഡി. അപ്പോൾ അത്രയുള്ളതിൻ്റെ രൂപം. HTML പേജ് റിക്വസ്റ്റ് ചെയ്യും, ആ HTML പേജ് അയച്ചു തരും. അതിൽ ആപ്ലെറ്റ് ഉണ്ടെങ്കിൽ ആപ്ലെറ്റ് റിക്വസ്റ്റ് ചെയ്യും, ആപ്ലെറ്റ് തിരിച്ചിങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ ആപ്ലെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ആളുടെ എക്സാമ്പിൾ കണ്ടതാണ്, അതിൽ മെയിൻ ഫംഗ്ഷൻ ഇല്ല. യു ക്യാൻ സീ ഹിയർ. ഓക്കെ, ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവില്ല, ഉണ്ടോ, മെയിൻ ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, നമുക്കൊരു ക്ലാസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ നോർമൽ ക്ലാസ്സിൻ്റെ പേര് എടുക്കുക. എക്സ്റ്റെൻസ് ഇൻഹെറിറ്റ് ചെയ്യുക ആപ്ലെറ്റ് എന്നുള്ള ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഹെറിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, നമ്മളതിൽ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പെയിൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസാണ് എൻ്റെ അകത്തുള്ളത്. ഓക്കെ, പെയിൻറ്റിനകത്ത് നമുക്ക് വേണ്ട കാര്യം നമ്മളിവിടെ ഒരു സ്ട്രിങ്, ഓക്കെ, ജസ്റ്റ് ടെക്സ്റ്റ് റൈറ്റ് ചെയ്യാനുള്ളതും അതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് ഗോ ബാക്ക്. ഓക്കെ, ഇനി ലൈഫ് സൈക്കിൾ ഓഫ് എൻ ആപ്ലെറ്റ്. ഓക്കെ, നമ്മൾ തിയറി എഴുതുന്ന സമയത്ത് നമ്മൾ ആപ്ലെറ്റിനെ കുറിച്ച് എഴുതുമ്പോൾ മെയിനായിട്ട് എഴുതുന്ന കുറച്ച് കാര്യങ്ങളാണത്. ഓക്കെ, ഇനീഷ്യലൈസേഷൻ്റെ 4 മെത്തേഡ്സ് ഉള്ളത്. മെയിൻലി ഇനീഷ്യലൈസേഷൻ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഡെസ്ട്രോയ്. ഇനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലെറ്റ് റൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് റൺ ചെയ്യുന്ന ഒരു പിന്നെ നമ്മൾ എന്താ പറയുക, ക്ലാസ്സിൻ്റെ അകത്തൊക്കെ നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യില്ലേ, ആ ഒരു രൂപത്തിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് റൺ ചെയ്യും. പിന്നെ സ്റ്റാർട്ട് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. പിന്നെ ഉള്ളത് സ്റ്റോപ്പാണ്. ഓക്കെ, ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റൺ ചെയ്യുന്നത്. പിന്നെ ഡെസ്ട്രോയ് ആണ്. ഓക്കെ, ബ്രൗസർ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, സോ വി ഹാവ് മെയിൻലി 4 ഫങ്ഷൻസ് ഓർ 4 മെത്തേഡ്സ് ഇൻ ലൈഫ് സൈക്കിൾ ഓഫ് എൻ ആപ്ലെറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതിന് മെറ്റീരിയൽ താഴെ കൊടുക്കുന്നതാണ്, യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. ഓക്കെ, സോ ഇത്രയാണ് ബേസിക്കലി ആപ്ലെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിറ്റ് വരും, സ്റ്റാർട്ട് വരും. സോ ഡു സം വർക്ക്, സ്റ്റോപ്പ്, സ്റ്റാർട്ട് അഗെയിൻ. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. And finally gets destroyed when you move out of the browser and close the browser or close the page. This is how the applet tag works in HTML. Okay, HTML file you have seen here. HTML നമ്മൾ എന്ത് ചെയ്യും, applet tag കൊടുക്കും. അതിൽ കോഡ് ഈസ് ഈക്വൽ ടു ബൈറ്റ് കോഡിൻ്റെ കമ്പൈൽ ചെയ്ത് ബൈറ്റ് കോഡിൻ്റെ നെയിം കൊടുക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ വിഡ്ത്ത് കൊടുക്കുക, ഹൈറ്റ് കൊടുക്കുക. ഓക്കെ, അത്രയാണുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് എക്സ്പ്ലെയിൻ ഹിയർ. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, അത്ര എന്താ പറയുക, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഐ തിങ്ക് സോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ആപ്ലെറ്റ് കോഡ് ഈക്വൽ ടു ഫയൽ നെയിം, കോഡ് ബേസ് ഈക്വൽ ടു എക്സാമ്പിൾ, width is equal to something, height is equal to some value. It's the pixel height and width. Okay, ready. അതിന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് കോഡ്, വിഡ്ത്ത്, ഹൈറ്റ്, കോഡ് ബേസ്, ഓൾട്ട്, നെയിം. അതിൽ നെയിം ഓഫ് ദി ഫയൽ, വിഡ്ത്ത് ഓഫ് ആപ്ലെറ്റ്, ഹൈറ്റ് ഓഫ് ആപ്ലെറ്റ്, ആപ്ലെറ്റ്സ് ഡയറക്ടറി, alternate text if applet is not available. അപ്പോൾ ആപ്ലെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെയിം ഓഫ് ദി ആപ്ലെറ്റ്. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. കോഡ് ഈസ് ഈക്വൽ ടു ഫയൽ നെയിം, വിഡ്ത്ത് ഒരു സൈസ് കൊടുത്തു, ഹൈറ്റ് ഒരു സൈസ് കൊടുത്തു, കോഡ് ബേസ്, ആപ്ലെറ്റിൻ്റെ ഡയറക്ടറി. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ഫോൾഡേഴ്സിലൊക്കെ സേവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, HTML ഒരു ഫോൾഡറിലുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത് വേറെ ഫോൾഡറിൻ്റെ അകത്താണ് ആ ഡോട്ട് ക്ലാസ്സിലുള്ള ഫയൽസ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലാഷ് ഇട്ട് അതിൻ്റെ ഡയറക്ടറിൻ്റെ പാത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ആപ്ലെറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് കൊടുക്കണം. ടെക്സ്റ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആപ്ലെറ്റ് വ്യൂ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ബ്രൗസറിൽ ടെക്സ്റ്റ് കാണിക്കും. ഓക്കെ, ഇനി ഇത് നെയിം ഓഫ് ദി ആപ്ലെറ്റ്. ഓക്കെ,
this is the basic structure. Okay, HTML/HTML. Okay, HTML start ചെയ്തു end ചെയ്തു head കൊടുത്തു HTML അകത്തുള്ള കാര്യമാണിത്. ഓക്കെ, അതിൽ ടൈറ്റിൽ കൊടുത്തു, പിന്നെ ബോഡി സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്തു. ആ ബോഡീൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആപ്ലെറ്റിൻ്റെ ടാഗ് കൊടുത്തു. ഓക്കെ, so this is how an applet works. So this is the example. Okay, HTML ന്റെ എക്സാമ്പിൾ ആണിത്. Hope you understand. Okay, അപ്പോൾ നമ്മൾ ഫസ്റ്റ് applet എക്സാമ്പിൾ. Okay, import java applet.applet import java.abstract window toolkit-ന്റെ ടൂൾ സെറ്റുള്ള പാക്കേജ് .star. ഓക്കെ, പബ്ലിക് ക്ലാസ് hello extends applet. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലെറ്റിനെ ഇൻഹെറിറ്റ് ചെയ്തു. ഇനി പബ്ലിക് void init repaint. ഓക്കെ, റീപെയിൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെയിൻ എന്നുള്ള കോൾ ചെയ്യും. ഓക്കെ, ഡയറക്റ്റ് കൊടുത്തില്ലെങ്കിൽ റൺ ചെയ്യും. പബ്ലിക് void paint ഗ്രാഫിക്സ് ജി, അതിനകത്ത് g.draw string. ഇതാണ് സ്ട്രിങ്, അതിൻ്റെ സൈസ്. ഓക്കെ, സോറി, ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. എക്സ് ആക്സിസ് വൈ ആക്സിസിലുള്ള ടോപ്പ് ലെഫ്റ്റിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ പിക്സലിൻ്റെ വിഡ്ത്ത് കൗണ്ട് ചെയ്യാം. സോ ക്യാൻ സി ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമ്മൾ 10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 30 എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും, സ്ക്രീന് സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുക്കുന്നത് 30 വിഡ്ത്തും 30 ഹൈറ്റ് താഴേക്കും ഇത്രയും. എന്നിട്ട് ഇവിടെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ സ്റ്റാർട്ടിങ് വരിക. ഉണ്ടോ, എക്സ് ആക്സിസ് വൈ ആക്സിസ്. അപ്പം വിഡ്ത്ത് ഇവിടെ വരും, ഹൈറ്റ് ഇവിടെ വരും, സെക്കൻഡ് ഹൈറ്റ് വരും. അപ്പോൾ വിഡ്ത്ത് ഹൈറ്റ് എന്നുള്ളത് ഇവിടെയാണ് വരിക. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ഓരോ മെത്തേഡേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഡ്രോ സ്ട്രിങ്, ഡ്രോ റെക്റ്റാങ്കിൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൂടെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ 0 റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്തിട്ടുള്ളത് അല്ലേ. 0 0 10 10. ഓക്കെ, 10 10 ആണ് സ്റ്റാർട്ടിങ്. പിന്നെ അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വിഡ്ത്ത് ഹൈറ്റ് പിന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സെറ്റ് 10 എന്നുള്ളതിൻ്റെ പകരം നമ്മൾ എന്ത് ചെയ്തു, 40 എന്ന് എടുത്തു. ഓക്കെ, 40 എന്ന് എടുത്തു. And again if you run this it will be like this. Okay, അപ്പോൾ നമ്മൾ കണ്ടോ 40 എന്നുള്ളതിൽ നമ്മൾ ഇത്രയും വിടുത്ത് ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എടുത്തു. ഇനി 300 വിടുത്ത് 300 ഹൈറ്റ്. റെഡി. അപ്പം ഇങ്ങനെയാണ് അതുള്ളത്. ഇനി നമ്മളിവിടെ മാറ്റി കൊടുക്കുക 30. നിങ്ങൾക്കൊന്ന് ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ റൺ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അല്ലേ. വെൽക്കം എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്രയാണ്, 30 30 വിഡ്ത്തിലേക്കും വന്നു, 30 ഹൈറ്റിലേക്കും വന്നു. ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇവിടുന്ന് എന്ത് ചെയ്യും, വെൽക്കം ഡ്രോ ചെയ്യും. സിമിലർലി യു ക്യാൻ ട്രൈ അതർ മെത്തേഡ്സ് ഓൾസോ. ഇനി ഇത് ക്ലോസ് ചെയ്യണം. Okay, say we have to use this one. We have to draw an oval with fill. Okay, fill ചെയ്തിട്ടൊരു oval വരണം ഇതുപോലെ. ഫിൽ ചെയ്യാതാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, കോപ്പി ചെയ്തു. ലെറ്റ്സ് ട്രൈ ദിസ് oval. So we give a starting point as 20 width as 50. Okay, semicolon. Let's try and file. Okay, so നമുക്ക് എന്ത് കിട്ടി, ഒരു ഓവൽ ഷേപ്പ് എന്ത് കിട്ടി, ഇവിടെ ഈ ഒരു പോയിന്റിൽ കിട്ടി. റെഡി. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലെറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് എക്സാമ്പിൾ വി ക്യാൻ സി ഒരു കുറച്ച് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ പ്രോഗ്രാം. ഓക്കെ, ഒരു സിമ്പിൾ പ്രോഗ്രാം യൂസിങ് ആപ്ലെറ്റ് ടു ഫൈൻഡ് സം ഓഫ് 2 numbers. ഓക്കെ, സം ഓഫ് 2 രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്നിങ്ങനെയാണ്, 2 നമ്പേഴ്സ് ആഡ് ചെയ്യാം. 4 എന്ന് എടുത്തു, എൻ്റർ അടിച്ചാൽ എന്ത് ചെയ്തു, റിസൾട്ട് ഇവിടെ 8 എന്ന് വന്നു. ഇതാണ് രൂപം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം.
ഓക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. ജാവ AWT ജാവ ആപ്ലെറ്റ് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് വേണം അല്ലേ, ടെക്സ്റ്റ് ഫീൽഡ് വേണം. റൺ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ടെക്സ്റ്റ് ഫീൽഡ് വേണം അല്ലേ, 2 ടെക്സ്റ്റ് ഫീൽഡ് വേണം, 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് T1 T2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി അത് ഇനീഷ്യലൈസ് ചെയ്യണം. പബ്ലിക് വോയിഡ് ഇനിറ്റ് എന്നുള്ളതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ടെക്സ്റ്റ് ഫീൽഡ് T1 അതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് എഴുതാം. ടെക്സ്റ്റ് ഫീൽഡ് T1 ഈസ് ഈക്വൽ ടു കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ബ്രേക്ക് ചെയ്ത് എഴുതാണ്. ടെക്സ്റ്റ് ഫീൽഡ് T1 T2 ഇവിടെ എഴുതി T1 ഈസ് ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് ഓഫ് 10. ഓക്കെ, അപ്പോൾ 10 സൈസെല്ലാം നമ്മൾ എന്ത് ചെയ്തു. ഓക്കെ, സി T1 ഈസ് ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ വരെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പോൾ അതിൽ ഇൻറ്റ് കോളംസ് കൊടുക്കാം. അതുപോലെ അതിൻ്റെ അകത്ത് വരുന്ന ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ അകത്ത് വരുന്ന ടെക്സ്റ്റും ഇതിൻ്റെ പിന്നെ കോളം സൈസും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇനീഷ്യലൈസേഷന് T1 ഈസ് ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് ഓഫ് 10, T2 ഈസ് ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ് ഓഫ് 10. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ആഡ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ ശരിക്കും ദിസ് ഡോട്ട് ആഡ് ഓഫ് T1 എന്നാണ്. ഈ ക്ലാസ്സിലേക്ക്, അതായത് ഈ ആപ്ലെറ്റിലേക്ക്, ഈ സം ഓഫ് 2 എന്നുള്ള ഈ ആപ്ലെറ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ഓഫ് T1, അപ്പോൾ ഈ T1 എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യും. ആഡ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് ഫീൽഡ് 2 ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെറ്റ് ചെയ്യും T1 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് 0. അപ്പോൾ എന്ത് ചെയ്യും, T1 എന്നുള്ള ഈ സംഭവത്തിൽ 0 എന്ന് സെറ്റ് ചെയ്യും. T2 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് 0, ഇതിലെന്ത് ചെയ്തു, 0 എന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് പെയിൻ ഫംഗ്ഷനിലാണ്. ഓക്കെ, ആഡ് ചെയ്യാനുള്ളത് 2 ഫീൽഡിൽ നിന്നുള്ള വാല്യൂസ് എടുത്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അതിനുള്ള കാര്യം നമ്മളോട് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മളെ പെയിൻറ്റ് ഫംഗ്ഷൻ്റെ അകത്ത് പബ്ലിക് വോയിഡ് പെയിൻറ്റ് ഗ്രാഫിക് ജി, പെയിൻറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്തു, നമുക്ക് വേണ്ട വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് AB റിസൾട്ട്, അതുപോലെ സ്ട്രിങ് str. ഓക്കെ, നമ്മളെന്ത് ചെയ്തു, G ഡോട്ട് ഡ്രോ സ്ട്രിങ് എൻ്റർ നമ്പർ ഇൻ ദി ടെക്സ്റ്റ് ഫീൽഡ് ടു ഫൈൻഡ് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. നമ്മൾ എൻ്റർ നമ്പർ ഇൻ ടെക്സ്റ്റ് ഫീൽഡ് ടു ഫൈൻഡ് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. ജസ്റ്റ് ആ ടെക്സ്റ്റ് ഇവിടെ അങ്ങനെ എഴുതി കാണിച്ചു. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡ്രോ സ്ട്രിങ് കൊടുത്തു. ഇനി G ഡോട്ട് സെറ്റ് കളർ ഓഫ് റെഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു പെന്ന് പോലെയാണ്, ടൂൾ പോലെ G എന്നുള്ളത് ഗ്രാഫിക് എലമെൻറ്റ്. അതിന് നമ്മൾ കളർ എന്ത് ചെയ്തു, റെഡ് കൊടുത്തു. ഇനി നമ്മൾ എന്തെങ്കിലും ഇത് ഉപയോഗിച്ചിട്ട് റൈറ്റ് ചെയ്യുക, ഡ്രോ ചെയ്യുക ചെയ്ത് എന്ത് ചെയ്യും, ഇനി വരുന്നതെല്ലാം എന്തായിരിക്കും, G ഡോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിൽ കാണും. കണ്ടോ, അതാണ് ഇവിടെ കൊടുത്തില്ല എന്ത് ചെയ്യണത്, റെഡ് കളറാണത്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും കളർ മാറ്റാം. എന്നിട്ട് നമ്മൾ വീണ്ടും വേറെ എന്തെങ്കിലും ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ കളറിലേക്ക് മാറും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, കമ്മിങ് ബാക്ക് അഗെയിൻ നമ്മൾ കളർ സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, str ഈസ് ഈക്വൽ ടു T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്ട്രിങ് str-ലേക്ക് നമ്മൾ എന്തെടുത്തു, T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാം, ഈ T1 ഉണ്ടല്ലോ, ഈ T1-ൻ്റെ അകത്തുള്ള ഇതിനെന്ത് ചെയ്തു, ഇവിടെ എന്താണ് വാല്യൂ അപ്പോൾ ഉള്ളത്, കറൻ്റ് ഉള്ളത്, ആ വാല്യൂവിന് എന്ത് ചെയ്യും, ഇയാളെടുക്കും, ആരെടുക്കും, str എടുക്കും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇൻറ്റീജർ ഡോട്ട് പാർസിൻ്റെ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് ഈ str-നെ കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത 4-നെ എന്ത് ചെയ്തു, ഈ str-ൻ്റെ സ്ട്രിങ് ആയിട്ട് ക്യാരക്ടർ രൂപത്തിൽ കിടക്കുന്നത് അല്ലേ, ടെക്സ്റ്റ് രൂപത്തിൽ കിടക്കുന്നത്, അതിനെന്ത് ചെയ്തു, ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എയിലേക്ക് അസൈൻ ചെയ്തു. എന്താണ്, ഇൻറ്റീജറാണ്. റെഡി, അപ്പോൾ എയിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ വാല്യൂ ഇപ്പോൾ 4 ആണ്. ഇനി അടുത്തത് 5 കൊടുത്തു T2-ൽ. ഓക്കെ, T2-ൽ 5 ഓൾറെഡി ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സംഭവിക്കും, str-ലേക്ക് വീണ്ടും എന്ത് ചെയ്യും, T2 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്, ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റിനെ എടുത്തു. റെഡി, ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റിനെ എടുത്തു. അപ്പം str-ൽ ഇപ്പോൾ ഉള്ളത് 5 ആണ്. ആ 5-നെ എടുത്തിട്ട് നമ്മൾ ഇൻറ്റീജർ ഡോട്ട് പാർസ് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബിയിൽ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ എയിലും ബിയിലും നമ്മൾ കൊടുത്ത വാല്യൂസ് ഉണ്ടാവും. അത് രണ്ടും ആഡ് ചെയ്യുക. റിസൾട്ട് ഈസ് ഈക്വൽ ടു A+B കൊടുക്കുക. അപ്പോൾ റിസൾട്ട് ഇവിടെ ഉണ്ടാവും, റിസൾട്ട് എന്നുള്ള ഈ വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ഇതിലുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഫ്റ്റർ അഡീഷൻ ദി റിസൾട്ട് ഈസ് അല്ലേ, നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു. ആഫ്റ്റർ അഡീഷൻ ദി റിസൾട്ട് ഈസ് റിസൾട്ട്. ഓക്കെ, ഈ സ്ട്രിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്തു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കിട്ടിയ വാല്യൂ അല്ലേ, 4 5 കിട്ടിയ 9 എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്തു, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൂടെ കൊടുത്തു, 10 80 എന്നൊക്കെ ഉള്ളത് ഹൈറ്റ് വിഡ്ത്ത്. ഓക്കെ, ഇനി ഷോ സ്റ്റാറ്റസ് അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ്. നമ്മളിവിടെ സ്റ്റാറ്റസ് ആയിട്ട് കാണേണ്ട ഇവിടെ സംഭവം ഉണ്ടല്ലോ, ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ ഈ ആപ്ലെറ്റിൻ്റെ താഴെയായിട്ട് കാണുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് കൊടുത്താൽ അത് കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ ആക്ഷൻ കൊടുക്കണം. ആക്ഷൻ, ഇതിലെന്തെങ്കിലും ആക്ഷൻ സംഭവിച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ എൻ്റർ എന്നുള്ളത് എന്താണ്, ആക്ഷനാണ്.
അപ്പോൾ ഇവിടെ 9 അടിച്ചിട്ട് ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എൻ്റർ അടിച്ചു. അപ്പോൾ എന്താ വാല്യൂ മാറി. അപ്പോൾ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഒരു ആക്ഷൻ സംഭവിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് വോയിഡ് ആക്ഷൻ എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് ഇവൻ്റ് ഈ ഒബ്ജക്റ്റ് നമ്മളിപ്പോൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ദി ലാറ്റർ ടോപ്പിക്. ഏത് ഇവൻ്റാണോ ഒക്കർ ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും, അതാണ് ഇവിടെ പാസ് ചെയ്യുക. ഇനി നമ്മൾ റീപെയിൻറ്റ് കോൾ ചെയ്യണം. അവിടെ എന്ത് ഇവൻ്റ് സംഭവിച്ചാൽ എൻ്റർ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ സംഭവിക്കും. ആക്ഷൻ സംഭവിച്ചാൽ എന്ത് ചെയ്യും, റീപെയിൻറ്റ് കോൾ ചെയ്യും. റീപെയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫംഗ്ഷൻ പേ എന്നുള്ള ഫംഗ്ഷൻ ജസ്റ്റ് വൺ ടൈം കോൾ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ കാൽക്കുലേഷൻ നടക്കുന്നു, പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയാണുള്ളത്. റിട്ടേൺ ട്രൂ. അപ്പോൾ ഇതൊരു ബൂളിയൻ വാല്യൂ പിന്നെ റിട്ടേൺ ചെയ്യണം. നമ്മൾ റിട്ടേൺ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ആപ്ലെറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ബേസിക് സ്ട്രക്ചർ. ഒന്നുകൂടി പറയാം. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങളാണ് നമ്മൾ ഈ എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ട എന്താണ്, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, 2 ടെക്സ്റ്റ് ഫീൽഡ് വാല്യൂസ് കൊടുക്കുക, എൻ്റർ അടിച്ചാൽ വാല്യൂസ് എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ റിസൾട്ട് കാണിക്കണം. റെഡി. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് ഒരു ആപ്ലെറ്റാണ്. സാധാരണ നോർമൽ ഇതിലൊരു ക്ലാസ് എടുത്തു, അതിലേക്ക് ആപ്ലെറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു, ടെക്സ്റ്റ് ഫീൽഡ് ഡിക്ലെയർ ചെയ്തു ഇവിടെ T1 T2, എന്നിട്ട് ഇനിറ്റിൻ്റെ അകത്ത് പോയിട്ട് അതിനെല്ലാം ഇനീഷ്യലൈസ് ചെയ്തു. പെയിൻറ്റിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് എന്താണോ കാൽക്കുലേഷൻ കാര്യം ചെയ്യേണ്ടത് അത് ചെയ്തു. പിന്നെ ഈ ആക്ഷൻ്റെ അകത്ത് എന്ത് ചെയ്തു, ഇവിടെ ഒരു ആക്ഷൻ സംഭവിച്ചാൽ എന്ത് ചെയ്യണം, പെയിൻറ്റ് കോൾ ചെയ്യണം, റീപേ കോൾ ചെയ്യണം അല്ല. അപ്പോൾ നമ്മൾ റീപേ എന്നുള്ള ഫംഗ്ഷൻ വിളിച്ച് എന്ത് ചെയ്യും, പെയിൻറ്റ് വീണ്ടും കോൾ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സമ്മറൈസ്ഡ് രൂപത്തിൽ ഉള്ളത്. ഓക്കെ, റെഡി അല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. Now moving back to the second example for adding two numbers, we have something like this. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഫസ്റ്റ് നമ്പർ നമ്മളിവിടെ എൻട്രി ചെയ്യും, സെക്കൻഡ് നമ്പർ നമ്മളിവിടെ എൻട്രി ചെയ്യും, അതിൽ ടെക്സ്റ്റ് ഫീൽഡ്. അതിൻ്റെ റിസൾട്ട് നമ്മൾ ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിൽ 3 ലാബിലുണ്ട്, 3 ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ 2 ടെക്സ്റ്റ് ഫീൽഡിൽ നിന്ന് നേരത്തെ ചെയ്തത് പോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 2 ടെക്സ്റ്റ് ഫീൽഡിൽ നിന്നുള്ള വാല്യൂസ് എടുത്തിട്ട് അത് ആഡ് ചെയ്തിട്ട് 3ാമത്തെ ടെക്സ്റ്റ് ഫീൽഡ് ഇടണം. അത്രേ ഉള്ളൂ. ഇതാണ് ഈ ആപ്ലെറ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തു. AWT ഡോട്ട് സ്റ്റാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവൻറ്റ് ഡോട്ട് സ്റ്റാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവൻറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവൻറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പേരെടുത്തു, ആ ക്ലാസ്സിൽ പബ്ലിക് ക്ലാസ് ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു, ഇൻഹെറിറ്റ് ചെയ്തു ആപ്ലെറ്റിനെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ആക്ഷൻ ലിസ്ണർ. ഇംപ്ലിമെൻറ്റ് ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ ലിസ്ണർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത്. ആക്ഷൻ ലിസ്ണർ ഇൻ്റർഫേസ് ആണ്, അത് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇൻഹെറിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ട 3 ടെക്സ്റ്റ് ഫീൽഡ് വേണം അല്ലേ. ഇനി 3 ടെക്സ്റ്റ് ഫീൽഡ് T1 T2 T3. അതുപോലെ നമുക്ക് ലാബിൽ വേണം L1 L2 L3. അപ്പോൾ അത് ഫസ്റ്റത്തിന് നമ്മൾ പേര് കൊടുത്തു, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, പിന്നെ സം. ഓക്കെ, പിന്നെ ഒരു ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ബട്ടൺ ബി ഈസ് ഈക്വൽ ടു ന്യൂ ബട്ടൺ. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇനീഷ്യലൈസേഷൻ ഫംഗ്ഷനിൽ ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ആഡ് ചെയ്യണം. ഇതിലിങ്ങനെ ഡയറക്റ്റ് ആഡ് ചെയ്ത് പോകണം. അപ്പോൾ ആഡ് ഓഫ് L1 ഇത്രയുള്ള ആഡ് ഓഫ് L1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ലാബിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ആഡായി. ഓക്കെ, ഇനി ആഡ് ഓഫ് T1 അടുത്ത് നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്തു. ആഡ് ഓഫ് L1 അടുത്തത് അടുത്ത ലാബിൽ ആഡ് ചെയ്തു. ആഡ് ഓഫ് T2, ആഡ് ഓഫ് ലാബിൽ 3, പിന്നെ ആഡ് ഓഫ് ടെക്സ്റ്റ് ഫീൽഡ് 3, ആഡ് ഓഫ് ബട്ടൺ ബി. ഓക്കെ, ഇതാണ്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആഡ് ചെയ്തു, ഓർഡറിൽ ആഡ് ചെയ്തു. ഓക്കെ, അതൊക്കെ ഇവിടെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ബട്ടൺ എന്ത് ചെയ്യണം, ആക്ഷൻ ലിസ്ണർ വേണം. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബി ഡോട്ട് ഈ ബട്ടൺ അല്ലേ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് ബട്ടൺ ആഡ് എന്നുള്ളത്, ബി ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ ഓഫ് ദിസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബട്ടണിലേക്ക് എന്ത് ചെയ്തു, ആക്ഷൻ ലിസ്ണർ ആഡ് ചെയ്തു. എന്ത് ആക്ഷനാണോ ചെയ്യേണ്ടത്, ഒരു ആക്ഷൻ പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. ആക്ഷൻ ലിസ്ണർ ഉള്ളത് എവിടെയാണ്, ആക്ഷൻ ലിസ്ണർ ഉള്ളത് ഇതേ ക്ലാസ്സിൻ്റെ അകത്താണ്, ദിസ് ഈ ക്ലാസ്സിൻ്റെ അകത്താണുള്ളത്. ഓക്കെ, ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ആക്ഷനാണോ പെർഫോം ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ
ആക്ഷൻ പെർഫോംഡ് എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ് ആക്ഷൻ ഇവൻറ്റ് ഈ ഓക്കെ. ഈ ആക്ഷൻ ഇവൻറ്റിൻ്റെ അകത്തേക്ക് വരും എപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതിന് വേണ്ട ഫംഗ്ഷനാണ് നമ്മളിവിടെ, അതിന് വേണ്ട ഫംഗ്ഷനാലിറ്റി നമ്മളിവിടെ ബട്ടണിലേക്ക് ആഡ് ചെയ്ത്. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ക്ലിക്ക് ചെയ്താലും ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, സിമിലർ ഏത് ആക്ഷൻസ് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടിരുന്നു അല്ലേ. ഓക്കെ, ആക്ഷൻ എന്നുള്ളത് കണ്ടിരുന്നു. സിമിലർലി അതുപോലുള്ളവരാണ് ആക്ഷൻ പെർഫോംഡ് എന്നുള്ളതും. അപ്പം ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറ്റ് ഇവൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഫംഗ്ഷനിലേക്ക് വന്നു. ഇനി നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ പെർഫോംഡിലേക്ക് വരും. ആക്ഷൻ പെർഫോംഡിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് ഒബ്ജക്റ്റാണ് ആക്ഷന് കാരണക്കാരായിട്ടുള്ളത് എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് നമ്മൾ ചെക്ക് ചെയ്യും. ഇഫ് ഇ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഈക്വൽ ടു ദിസ് ബട്ടൺ ബി ആണെങ്കിൽ നമ്മൾ ആക്ഷൻ പെർഫോം ചെയ്യണം അല്ലേ. ചെയ്യേണ്ട ആക്ഷൻ എന്താണ്, ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിൽ ടെക്സ്റ്റ് എടുക്കുക, T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്, സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡ് ടെക്സ്റ്റ് എടുക്കുക, T2 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ്. രണ്ടിനെയും ഇൻറ്റീജർ ഡോട്ട് പാർസിൻ്റെ കൊടുക്കുക, ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് N1ലേക്ക് സേവ് ചെയ്യുക, N2ലേക്ക് സേവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ രണ്ടിനെയും ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. N1 + N2 അരിത്തമെറ്റിക് അഡീഷൻ നടത്തുക അല്ലേ. എന്നിട്ട് നമ്മൾ അതിനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് നമ്മൾ എന്ത് ചെയ്തു, അതിന് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ, ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട് അല്ല, ഒരു എംപ്റ്റി സ്ട്രിങ് ഉണ്ട്, ഒരു സിംഗിൾ സ്പേസ് സ്ട്രിങ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് മൂന്നാമത്തെ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ആ ഫീൽഡിലേക്ക് ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാച്ചിങ് അഗെയിൻ, ദീസ് ആർ എക്സാമ്പിൾ വി ഹാവ് ഓൾറെഡി സീൻ. ഓക്കെ, നമ്മളൊരു വാല്യൂ എടുത്തു, സെക്കൻഡ് ടെക്സ്റ്റ് ഫീൽഡിലേക്ക് T2ലേക്ക് ഒരു വാല്യൂ എടുത്തു. ഇനി ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, T1ലെയും T2ലെയും വാല്യൂസ് എടുത്തിട്ട് എന്ത് ചെയ്തു, ആക്ഷൻ പെർഫോം ചെയ്തു അല്ലേ. T1ലെയും T2 വാല്യൂ എടുത്തിട്ട് ആക്ഷൻ പെർഫോം ചെയ്തു. അത് T3ലേക്ക് സെറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ വീണ്ടും വാല്യൂ മാറ്റിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂ മാറും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏത് സമയത്തും ആക്ഷൻ ലിസ്ണർ നമ്മൾ ആഡ് ചെയ്യുക അല്ല, ആക്ഷൻ ലിസ്ണർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആക്ഷൻ ലിസ്ണർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ഇങ്ങനെ ആക്ഷൻ പെർഫോംഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻ്റ് ഒക്കർ ചെയ്യുമ്പോൾ ആക്ഷൻ പെർഫോം ചെയ്തിട്ട് ഇതിലേക്ക് വരികയുള്ളൂ. ഓക്കെ, വരുന്ന ടോപ്പിക്കിൽ നമ്മളത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, അത് വരുന്ന സമയത്ത് പറയാം. ഓക്കെ, സോ സിംപ്ലി ദാറ്റ്സ് ഇറ്റ്. ബേസിക്കലി 3 സ്റ്റെപ്പാണുള്ളത്. നമുക്ക് വേണ്ട ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റുകൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യുക. അതിന് ഇനീഷ്യലൈസേഷൻ്റെ അകത്ത് പോയിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത് എന്താണോ അതിന് വേണ്ട കോഡ് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അടുത്ത നമുക്കുള്ളത് ഒരു ആപ്ലെറ്റ് കാൽക്കുലേറ്ററാണ്. സാധാരണ KTUയിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആപ്ലെറ്റ് കാൽക്കുലേറ്റർ. ഐ തിങ്ക് 1 or 2 times they have asked it. ഓക്കെ, സോ അതിന് വേണ്ട പ്രോഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കോഡ് കുറച്ച് ലെങ്തിയാണ്, ബട്ട് സ്റ്റിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ, ദിസ് ഈസ് ദി കാൽക്കുലേറ്റർ. ഓക്കെ, അതിൽ ഇത്രയേ ഉള്ളൂ. ബട്ടൺസ് വേണം, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ബട്ടൺസ് വേണം, ഒരു ടെക്സ്റ്റ് ഫീൽഡ് വേണം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ വാല്യൂസ് ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വാല്യൂ വരണം അല്ലേ. പിന്നെ ഓപ്പറേഷൻസ് വേണം. ആഡ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, നമ്മൾ വീണ്ടും വാല്യൂ ക്ലിക്ക് ചെയ്തു, അപ്പോൾ വീണ്ടും ടെക്സ്റ്റ് ബോക്സിലൊന്ന് അവിടെ വാല്യൂ വരണം. പിന്നെ ഈക്വൽ അടിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ കൂടെ വേണം നമുക്ക് ചെയ്യണമെങ്കിൽ -1 = 2. ഓക്കെ, -1 = 1. ഓക്കെ, × 7 = 7 × 7 = 49. റെഡി. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പിന്നെ പെർട്ടിക്കുലർ പ്രത്യേക ലേഔട്ടിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരുപാട് ആദ്യം ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യണം അല്ലേ. എന്നിട്ട് നമുക്ക് കുറേ ബട്ടൺസ് വേണം.
ഓക്കെ, ബട്ടൺസ് ആഡ് ചെയ്തൊരു ഗ്രിഡായിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ വേണ്ട ഓപ്പറേഷൻസിനുള്ള ബട്ടൺസ് ആഡ് ചെയ്യുക. ഇനി ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നമ്മൾ ആക്ഷൻ പെർഫോം കൊടുത്തില്ലേ, സിമിലർ ടു ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട എന്താ, ഒരു ജസ്റ്റ് നോർമലി പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്കൊരു നമ്പർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ വരണം. വീണ്ടും പ്രസ് ചെയ്താൽ എന്ത് ചെയ്യണം, ആ നമ്പർ വീണ്ടും അതിൻ്റെ കൂടെ ആഡപ്പ് ചെയ്യണം അല്ലേ, വീണ്ടും പ്രസ് ചെയ്തതിൻ്റെ കൂടെ ആഡപ്പ് ചെയ്യണം. ഇനി നമ്മൾ ഒരു ഓപ്പറേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് എടുക്കണം അല്ലേ, അതൊരു പെർട്ടിക്കുലർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം അല്ലേ. നമ്മൾ വീണ്ടും നമ്പർ ആഡ് ചെയ്യാം, സിമിലർ നമ്പർ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരണം അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തും ഇപ്പോൾ ഇവിടെയുള്ള കറൻറ്റിലുള്ള വാല്യൂ കൂടി എന്ത് ചെയ്യണം, എന്ത് ആക്ഷനാണ് നമ്മൾ പറഞ്ഞത് ആക്ഷൻ പെർഫോം ചെയ്യണം. ഇപ്പോൾ ഈക്വൽ ടു അടിച്ചാൽ എന്ത് ചെയ്യും, നേരത്തെ എടുത്തതും ഇപ്പോൾ ഉള്ള വാല്യൂ ആയിട്ട് എന്ത് ചെയ്തു, ആഡ് ചെയ്തു. റെഡി. ഇനി വേറെ എക്സാമ്പിൾ ആണെങ്കിൽ ഇതുപോലെ 5 6 എന്ന് വെച്ചാൽ 5 6 ഇവിടെ വന്നു അല്ലേ. മൾട്ടിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ എടുത്ത് സേവ് ചെയ്ത് വെച്ചു, ഒരു വേരിയബിളിലേക്ക് എടുത്തു. ഇനി നമ്മൾ അടുത്ത വാല്യൂ എടുത്തു, അപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത വാല്യൂ ഇപ്പോൾ ഉള്ള വാല്യൂ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. നമ്മൾ പ്രോഗ്രാം കോഡ് നോക്കുമ്പോഴെല്ലാം നമ്മുടെ മൈൻഡിൽ എന്ത് വേണം, ഈ ഒരു സംഭവം വേണം. ഓക്കെ, ഈ ഒരു ഫിഗർ നമ്മുടെ മൈൻഡിൽ വേണം, അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമുക്ക് എന്ത് വേണം, ഒരു ക്ലാസ് വേണം അല്ലേ, അതിന് വേണ്ട പാക്കേജസ് വേണം. ഓക്കെ, ആ ക്ലാസ്സിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, ആപ്ലെറ്റിനെ എന്ത് ചെയ്യണം, ഇൻഹെറിറ്റ് ചെയ്യണം. പിന്നെ ആക്ഷൻ ലിസ്ണർ വേണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ആക്ഷൻ ലിസ്ണർ വേണം. റെഡി. ഓക്കെ, നമ്മൾ ആവശ്യമായ സ്ട്രിങ് ഒരു മെസ്സേജ് എന്നുള്ളതിന് വേണ്ടി നമ്മൾ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തു. കുറച്ച് ഇൻറ്റീജർ വേരിയബിൾസ് നമുക്ക് 2 വാല്യൂസ് ആഡ് ചെയ്യാനാണല്ലോ, അപ്പോൾ അതിനുവേണ്ടി v1 വാല്യൂ 1 വാല്യൂ 2 റിസൾട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഒരു ടെക്സ്റ്റ് ഫീൽഡ് t1 എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് ബട്ടൺ സീരീസ് ഓഫ് ബട്ടൺ 1 to 0 1 2 3 എക്സെട്ര അപ് ടു 9 ബട്ടൺസ് വേണം. അപ്പോൾ നമുക്ക് ഓരോ b1 b2 b3 എന്ന് സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം ഒരു ബട്ടൺ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ബട്ടൺ b is equal to new button of 10 ബട്ടൺസ് നമ്മൾ എന്ത് ചെയ്തു, സീരീസിൽ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഒരു ബട്ടൺ അറേ ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ നമുക്ക് ഓരോ ആക്ഷൻസിന് വേണ്ട ആഡ്, സബ്, മൾട്ടിപ്ലൈ, ഡിവൈഡ് അതിന് വേണ്ട സെപ്പറേറ്റ് ആയിട്ട് ബട്ടൺസ് ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഒരു ക്യാരക്ടറായിട്ട് OP എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, നമ്മുടെ ഇനിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, എത്രയാണ് നമ്മുടെ ഇനിറ്റ് ഫംഗ്ഷൻ ഉള്ളത് അല്ലേ. ഇനിറ്റിൻ്റെ ആക്ഷൻ പെർഫോം ഉണ്ട്, ഈ 2 കാര്യങ്ങളും. ഇനിറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ഈ പറഞ്ഞ ബട്ടൺസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു വെക്കണം അല്ലേ. എവിടേക്കാണ് വരേണ്ടത് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. ആക്ഷൻ പെർഫോമിൽ എന്ത് വേണം, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആക്ഷനാണ് വരേണ്ടത്, ആക്ഷൻസിനുള്ള കാര്യങ്ങൾ കോഡ് എഴുതണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ കമ്മിങ് ടു ദിസ്. ഓക്കെ, t1 ഈക്വൽ ടു ന്യൂ ടെക്സ്റ്റ് ഫീൽഡ്. ഈ ടെക്സ്റ്റ് ഫീൽഡ് എന്തിനുള്ളതാണ്, ഇവിടെയുള്ള ഈ t1-നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു ഗ്രിഡ് ലേഔട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേഔട്ട് ഉണ്ട്, ഫ്ലോ ലേഔട്ടൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഗ്രിഡ് രൂപത്തിൽ ഇങ്ങനെ വരണം നമുക്കല്ലേ, ഒരു ഗ്രിഡിൽ ഇങ്ങനെ എടുത്ത് വെച്ച പോലെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഗ്രിഡ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിന് നമ്പർ ഓഫ് കോളംസും റോസും കൊടുത്തു. 4 into 5 1 2 3 4 5. ഓക്കെ, 5 കോളംസും 4 റോസും 4 5 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ലേഔട്ട്. ഈ ക്ലാസ്സിൻ്റെ അകത്തേക്ക് എന്താ ആഡ് ചെയ്യുക, ഈ ലേഔട്ട് ആഡ് ചെയ്യുക, G1 എന്നുള്ള ഗ്രിഡ് ലേഔട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രിഡ് അതിൻ്റെ അകത്ത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, for I is equal to 0 I less than 10 I plus plus നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ 10 ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. ഈ 10 ബട്ടൺസ് എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്യാം. ക്ലാസ് ബട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സാണ്, അപ്പോൾ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ b of 0 equal to new button of 0, b of 1 is equal to new button of 1. അപ്പം 0 1 2 3 എക്സെട്ര ഓരോ ബട്ടൺസ് എന്ത് ചെയ്തു, 0 1 2 3 4 5 6 7 8 9 10 ബട്ടൺസ് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, ബട്ടൺ ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു. റെഡി. അതുപോലെ നമ്മൾ മറ്റ് ബട്ടൺസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്, ആഡ്, സബ്, മൾ, ഡിവൈഡ്, മോഡ് എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്ത്, ഇവിടെ ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആഡ് ബട്ടൺ ആഡ് ഈസ് ഈക്വൽ ടു ന്യൂ ആഡ് ഓഫ് ആഡ്. ഇത് അതിൻ്റെ അകത്ത് വരുന്ന ടെക്സ്റ്റാണ് ആഡ് എന്നുള്ളത്. ഓക്കെ, ആഡ് എന്നുള്ള ടെക്സ്റ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ I എന്ന് കൊടുത്തില്ലേ, 0 1 എന്നുള്ള പോലെ 0 1 എന്നുള്ള പോലെ, അതുപോലെ ഇവിടെ ആഡ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇനീഷ്യലൈസേഷൻ ബട്ടൺസിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ ബട്ടൺ നമ്മൾ ആക്ഷൻ ലിസ്ണർ കൊടുക്കണം. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു,
ബട്ടൺസിന് പിന്നെ ആക്ഷൻ കൊടുക്കുന്നത് അല്ലേ, അതുപോലെ ബട്ടൺസിന് ആക്ഷൻ കൊടുക്കുക. അതൊരു ലൂപ്പിലിട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ ബി ഓഫ് 0 1 2 3 എന്നുള്ള 10 ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്ത് ചെയ്തു, i = 0 i less than 10 i പ്ലസ് പ്ലസ് ബി ഓഫ് ഐ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ബി ഓഫ് 0 വരും, ഫസ്റ്റ് ബട്ടൺ ബി ഓഫ് 0 അല്ലേ, 0 എന്നുള്ള ബട്ടൺ, ഈ ബട്ടൺ ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ, അതിലേക്ക് ആക്ഷൻ ലിസണർ ആഡ് ചെയ്തു. ദിസ് ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ് അതിൻ്റെ ആക്ഷൻ ലിസണർ ഉണ്ടാവുക. ഓക്കെ, വേറെ രൂപങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു രൂപം ഇതാണ്. ബി ഓഫ് ഐ ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ഓഫ് ദിസ് സിമിലർ. അപ്പം ലൂപ്പ് കറങ്ങിക്കഴിഞ്ഞാൽ 10 ബട്ടൺ എന്തായി, ആക്ഷൻ ലിസണർ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഓരോ ബട്ടൺ എടുക്കുക, ഓരോ ഫങ്ഷനാലിറ്റി ബട്ടൺ എടുക്കുക, അതിലേക്കൊക്കെ ആഡ് ആക്ഷൻ ലിസണർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആഡ് ഓഫ് T1. ഓക്കെ, ആഡ് ഒബ്ജക്ട്സ് ടു applet. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമ്മളിവിടെ T1 ഉണ്ടായിരുന്നു, അതിനും ആഡ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇനി ഓരോന്നിനും ആഡ് ചെയ്യണം നമ്മൾ. ഫസ്റ്റുള്ള ടെക്സ്റ്റ് ഫീൽഡിനെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ ഇനീഷ്യലൈസേഷൻ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ചെയ്തു ഓരോ ഒബ്ജക്റ്റിനെയും അല്ലേ. ഇനീഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം ആക്ഷൻ ലിസണർ ആഡ് ചെയ്തു ഓരോ ഒബ്ജക്റ്റിലേക്കും, ഈച്ച് ഒബ്ജക്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഒബ്ജക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോഴാണ് ഇത് ഈ കോഡ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് ആഡ് ആവുക ശരിക്കും ഒറിജിനലി. ഓക്കെ, അപ്പോൾ ആഡ് ഓഫ് T1 ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, 10 ആഡ് ചെയ്തു. i = 0 i less than 10 i പ്ലസ് പ്ലസ് വരെ എന്ത് ചെയ്തു, ബി ഓഫ് ഐ ബി ഓഫ് 0 ആഡ് ഓഫ് ബി ഓഫ് 0 ആഡ് ഓഫ് ബി ഓഫ് 1 ആഡ് ഓഫ് ബി ഓഫ് 2 എക്സെട്ര ആഡ് ഓഫ് ബി ഓഫ് 9 ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് എന്നുള്ള ബട്ടൺ അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തു. റെഡി. അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യലൈസേഷൻ എന്നുള്ള ഫംഗ്ഷൻ അവസാനിച്ചു. റെഡി, ഇനീഷ്യലൈസേഷൻ അവസാനിച്ചു. നമ്മൾ എന്ത് ചെയ്തു, എല്ലാം എടുത്തിട്ട് ഓരോന്നെടുത്തിട്ട് ആഡ് ചെയ്തു അല്ലേ, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ റെഡിയായി. ഓക്കെ, സ്ട്രക്ചർ ഇത്രയും കോഡ് വർക്ക് ചെയ്ത സ്ട്രക്ചർ റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആക്ഷൻ പെർഫോം ചെയ്യണം അല്ലേ. എന്തായിരുന്നു നമ്മൾ ആക്ഷൻ, വാല്യൂസ് എടുത്തിട്ട് അതിനാദ്യം ആ ടെക്സ്റ്റ് ഫീൽഡിൽ വരണം, പിന്നെ വാല്യൂസ് എടുത്തിട്ട് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, പറയുന്ന ഫംഗ്ഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആക്ഷൻ പെർഫോംഡ്, ആക്ഷൻ ഇവൻറ്റ് AE അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവും ഏത് ആക്ഷനാണ് കറസ്പോണ്ടിങ് പെർഫോം ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുകയാണ് സ്ട്രിങ് str = AE ഡോട്ട് ഗെറ്റ് ആക്ഷൻ കമാൻഡ്. അപ്പോൾ ഇവിടുന്ന് ഗെറ്റ് ആക്ഷൻ കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഏത് ബട്ടണാണോ ക്ലിക്ക് ആയിട്ടുള്ളത് ആ ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുള്ള char ch = str ഡോട്ട് char at 0. ഇപ്പോൾ ഇവിടെ ആക്ഷൻ ഉണ്ടല്ലോ, ഈ ആക്ഷൻ്റെ ഇപ്പോൾ 0 ആണ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ 0 എന്നായിരിക്കും. ആ 0 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, CHൽ കിട്ടും. ഓക്കെ, ഇനി 1 ആണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 1 കിട്ടും. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഏത് ബട്ടനാണോ ക്ലിക്ക് ചെയ്തത് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആക്ഷൻ കമാൻഡ് ഉണ്ട് അല്ലേ, നമ്മൾ ആൾറെഡി നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു പേര്. ഇപ്പോൾ ആഡ് സബ് എന്നൊക്കെ അല്ലേ, ആ ഒരു പേരാണ് ഇവിടെ വരിക. അപ്പോൾ 0. അപ്പം ഈ കിട്ടിയത് ക്യാരക്ടറാണോ ചെക്ക് ചെയ്യുക അതോ നമ്പറാണോ ചെക്ക് ചെയ്യുക, അത് നമ്മൾ ആദ്യത്തെ ടാർജറ്റ്. ഓക്കെ, ഇത് നമ്പേഴ്സാണ് നമുക്ക് രൂപം ചെയ്യണം അല്ലേ. നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് വേണം, ഇവിടെ ആഡ് ചെയ്യണം അല്ലേ. ഇതാണെങ്കിലോ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പം അത് ചെക്ക് ചെയ്യാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ക്യാരക്ടർ ഡോട്ട് ഇസ് ഡിജിറ്റ് ഓഫ് CH. ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലേ എന്താണ്, ഡിജിറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അത് ഡിജിറ്റ് ആണെങ്കിൽ, നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും, നമുക്കവിടെ ട്രൂ കിട്ടും. ഓക്കെ, ട്രൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, T1 ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് ഓഫ് T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് പ്ലസ് str. അതായത് ഇവിടെ ആൾറെഡി ഉള്ള വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഫങ്ഷനാലിറ്റി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആക്ഷൻ ഇവിടെ കിട്ടി. ആ ആക്ഷന് ഡിജിറ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലുള്ള ഡിജിറ്റ് എടുക്കുക അല്ലേ. അപ്പോൾ T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ രണ്ടാമത് വീണ്ടും ടൈപ്പ് ചെയ്തത് എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് വീണ്ടും ആ സ്ട്രിങ് കൂടെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ T1 ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ 1 2 എന്നുള്ളതിന് എടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്ത് ചെയ്യുക. 3 എന്ത് ചെയ്യണം, ഈ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ ആഡ് ചെയ്യണം അല്ലേ. അതാണ് ഇവിടെയുള്ള str വീണ്ടും നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിലേക്ക് തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ 1 2 നമ്മൾ 3 ആണെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പോകണം. 3 ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യണം, ആ 3 ഇവിടെ അപ്പൻഡ് ആയി വരണം അല്ലേ.
അപ്പോൾ എന്ത് ചെയ്യും, ആ 3 എന്നുള്ളത് ഈ STRലുണ്ടാവും. ആ 1 2 എന്നുള്ളത് നമുക്ക് T1 get text കിട്ടും. അതിൻ്റെ കൂടെ 3 ഇവിടെ കൂട്ടും അല്ലേ. ജസ്റ്റ് ആ സ്ട്രിങ്ങിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും, എൻഡിൽ അറ്റാച്ച് ചെയ്യും, എന്നിട്ട് അവിടെ വീണ്ടും എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 3 സെറ്റ് ചെയ്ത് എന്ത് ചെയ്യും, 1 2 3 എന്നുള്ളതായി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഫസ്റ്റ് ടൈം വരുമ്പോൾ, അല്ലെങ്കിൽ ആൾറെഡി ക്യാരക്ടേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വീണ്ടും ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അതിലിങ്ങനെ ആഡ് ചെയ്ത് പോകണം അല്ലേ, ടെക്സ്റ്റ് ആഡ് ചെയ്ത് പോകണം ജസ്റ്റ് സിമ്പിളായിട്ട്. ഇനി അതല്ല, നമ്മൾ പിന്നെ ക്ലിക്ക് ചെയ്ത് ഇത് വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ, ആഡ് സബ് ഏതെങ്കിലും ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യണം അല്ലേ. else if str.equals ആഡ് എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ കൊണ്ട് എടുക്കണം, എന്നിട്ട് അത് v1 എന്നുള്ള വേരിയബിൾ സേവ് ചെയ്യണം അല്ലേ. എന്നിട്ട് നമ്മൾ ഓപ്പറേഷൻ എന്താണ്, പ്ലസ് ആണ് അല്ലേ, ഇവിടെ കൊണ്ടുവരും. അപ്പോൾ OP പ്ലസ് എന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, T1.setText blank, ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ 1 2 3 5 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു, റിമൂവ് ചെയ്തു അല്ലേ. അതിവിടെ v1ൽ സ്റ്റോർ ചെയ്തു. ഇനി ഓപ്പറേഷൻ ആഡ് ആണല്ലേ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, പ്ലസ് ആണ് വേണ്ടത്. അപ്പോൾ പ്ലസ് ഇവിടെ OP എന്നുള്ളതിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി T1.setText ഇത് എന്ത് ചെയ്തു, ബ്ലാങ്ക് ആക്കി സെറ്റ് ചെയ്യാം. റെഡി. സിമിലർലി മറ്റെല്ലാം അതിൻ്റെ റിപ്പീറ്റേഷൻസാണ് വരുന്നത്, ആ ഒരെണ്ണം മനസ്സിലായാൽ മതി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. സബ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ വാല്യൂ എടുക്കുക അല്ലേ, നമ്മൾ ഇവിടെയുള്ള വാല്യൂ എടുക്കുക. അവിടെ ഓപ്പറേഷൻ്റെ മാത്രം ഏരിയയിൽ മാറ്റം വരുള്ളൂ, അവിടെ പ്ലസ്സിലെടുത്ത് ഇവിടെ മൈനസ് ആക്കുക. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ OPയിലെടുത്ത് സ്റ്റാർ ആക്കുക, ഡിവിഷൻ ആണെങ്കിൽ OPയിലെടുത്ത് ഡിവൈഡ് ആക്കുക. ഓക്കെ, അതുപോലെ മോഡുലസ് ഓപ്പറേറ്റർ ആണെങ്കിൽ മോഡ് ഓപ്പറേഷൻ ചെയ്യുക. അങ്ങനെ ഏത് ഓപ്പറേഷനാണോ വേണ്ടത് ആ ഓപ്പറേഷൻ കറസ്പോണ്ടിങ് OP എന്നുള്ള ക്യാരക്ടർ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. OP എന്നുള്ളൊരു ക്യാരക്ടർ വേരിയബിളാണ്. ഓക്കെ, ഇനി നമ്മളിത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈക്വൽ ആണെങ്കിൽ അല്ലേ, അപ്പോൾ 1 2 ആഡ് ചെയ്തു. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, v1ൽ നമ്മൾ സ്റ്റോർ ചെയ്ത വാല്യൂ ഇപ്പോൾ ഇതിലുള്ള വാല്യൂ കൂടി എന്ത് ചെയ്യണം, ആ പറഞ്ഞ ഓപ്പറേഷൻ, പറഞ്ഞ ഓപ്പറേഷൻ, ഇപ്പോൾ ഇവിടെ ആഡ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും മുന്നേ അല്ലേ, അത് ചെയ്യണം. അതിനുള്ള കോഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, EQ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച വാല്യൂ v1ലുണ്ട് അല്ലേ, v1ലുണ്ട്. ഇപ്പോൾ v2ലുള്ള വാല്യൂ ഇങ്ങോട്ട് എടുക്കുക. ഇപ്പോൾ ആൾറെഡി ഈ സ്ക്രീനിലുണ്ടല്ലോ ടെക്സ്റ്റ് ഫീൽഡ്, ആ വാല്യൂ നമ്മൾ T1.get text എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ വാല്യൂ കിട്ടി. എന്നിട്ട് ആ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യണം, ഇഫ് ഓപ്പറേഷൻ ഈക്വൽ ടു പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, v1 + v2 ചെയ്യുക. നേരത്തെ എടുത്ത് വെച്ച വാല്യൂ ഇപ്പോഴുള്ള വാല്യൂം കൂടി ആഡ് ചെയ്തിട്ട് റിസൾട്ട് സേവ് ചെയ്യുക. അതല്ല ഓപ്പറേഷൻ ഈക്വൽ ടു മൈനസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുക, v1 - v2 ചെയ്യുക, റിസൾട്ടിൽ സ്റ്റോർ ചെയ്യുക. ഓപ്പറേഷൻ സ്റ്റാർ ആയിരുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ, ഡിവൈഡ് ആണെങ്കിൽ ഡിവിഷൻ, മോഡുലസ് ആണെങ്കിൽ മോഡുലസ് ഓപ്പറേഷൻ. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മൾ v1ലും v2ലെ വാല്യൂ സിമ്പിളായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു, ഏത് ഓപ്പറേഷനാണ് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, T1.setText of result, നമുക്ക് കിട്ടിയ റിസൾട്ടിന് എന്ത് ചെയ്യുക, ഇവിടെ T1ൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ, സിമ്പിളാണ്. ഇനി ക്ലിയറാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം, ക്ലിയർ ചെയ്ത് പോകണം, ഇവിടെ ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഒരുപാട് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും കോഡ്, പക്ഷേ റിപ്പീറ്റേഷൻ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ, റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സെയിം പ്രൊസീജിയർ എല്ലാ ബട്ടണിലും കൊടുക്കണം, സെയിം ഫങ്ഷനാലിറ്റി എല്ലാ ബട്ടണിലും നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ മാറ്റങ്ങളോടെ കൊടുക്കണം. ഓക്കെ, സോ ക്വിക്ക് സമ്മറൈസേഷൻ ഒന്നുകൂടി പറയാം. നമ്മൾ ആപ്ലെറ്റ് കാൽക്കുലേറ്ററാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആപ്ലെറ്റ് എന്നുള്ള ക്ലാസ്സിനെ അതിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുക, ആക്ഷൻ ലിസ്ണർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട വേരിയബിൾസ് എല്ലാം അവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കുക. വാല്യൂ 1 വാല്യൂ 2 റിസൾട്ട് അല്ലെ, ടെക്സ്റ്റ് ഫീൽഡ് T1, അത് ബട്ടന് വേണ്ടി ഒരു 10 ബട്ടൺ ഫീൽഡ് ബട്ടൺ എടുത്ത് വെക്കുക. അതുപോലെ മറ്റ് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടൺസ്, ഒരു ക്യാരക്ടർ വേരിയബിളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഇനീഷ്യലൈസേഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബട്ടൺസ് എല്ലാം ഇനീഷ്യലൈസ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്രിഡ് ലേഔട്ട് ഉണ്ടാക്കി അല്ലേ. ബട്ടൺസിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. 10 ബട്ടൺസിന് ഇനീഷ്യലൈസ് ചെയ്തു, 0 to 9 ഉള്ള. പിന്നെ നമ്മൾ ഓരോ ബട്ടൺസിന് നമ്മൾ എന്ത് ചെയ്തു, ആഡ് സബ് എന്നൊക്കെയുള്ളതിന് ബട്ടൺസ് ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോ ബട്ടണിലേക്കും അതിന് കറസ്പോണ്ടിങ് ആക്ഷൻ ലിസ്ണർ ആഡ് ചെയ്തു. 10 ബട്ടണിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്തു ആക്ഷൻ ലിസ്ണർ, മറ്റുള്ളതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോ ഒബ്ജക്റ്റുകളും ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലെറ്റിൻ്റെ ഫ്രെയിമിലേക്ക് അല്ലേ, ഈ ഒരു പിന്നെ എന്താ പറയുക സ്ക്രീനിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ കോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആഡ് ഓഫ് T1 എന്ന് പറയുമ്പോൾ T1 ആഡ് ചെയ്യും. ലൂപ്പിൻ്റെ അകത്തിട്ട് ബട്ടൺ ഓഫ് 0 1 2 ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓരോ ബട്ടൺ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വരും. അതിനുശേഷം എന്ത് ചെയ്തു, താഴെ ആഡ് സബ് മള്ള എന്നൊക്കെ എന്ത് ചെയ്തു, ആ ബട്ടൺസിനെ നമ്മൾ എന്ത് ചെയ്തു
ഇതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കെന്ത് വേണം? ആക്ഷൻ പെർഫോംഡ് ആണ്, എന്ത് ആക്ഷൻ വേണമെന്നുള്ളത് അല്ലേ. അപ്പോൾ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ നമുക്ക് വേണ്ട ആക്ഷൻ ഏതാണെന്ന് കിട്ടില്ല. അവിടെ ഏത് ആക്ഷനാണ്, ഏത് ബട്ടനാണ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റുക? എ ഡോട്ട് അല്ല, ഇവിടെയുള്ള വേരിയബിൾ ആക്ഷൻ വേരിയബിൾ അല്ലേ, ഓക്കെ, ആർഗ്യുമെൻ്റാണ്. എ ഡോട്ട് ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. എന്ത് കമാൻഡാണ് അവിടെ വർക്ക് ചെയ്തത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ കമാൻഡിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ str.char@0 ഫസ്റ്റ് ക്യാരക്ടർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് 0 ആണോ 1 ആണോ 2 ആണോ ആഡിലെ ABC അതാണോ ഒക്കെ നോക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇഫ് ക്യാരക്ടർ ഡോട്ട് ഇസ് ഡിജിറ്റ്, ആ കിട്ടിയത് ഡിജിറ്റ് ആണോ ചെക്ക് ചെയ്യുക. ഡിജിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. അതിലുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം അല്ലേ, അപ്പൻഡ് ചെയ്ത് പോകണം. എൻഡിൽ ഇങ്ങനെ അപ്പൻഡ് ചെയ്ത് പോകണം. ഡിജിറ്റ് ആണെങ്കിൽ, ഡിജിറ്റ് അല്ല മറ്റേതെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ഉള്ള വാല്യൂ ക്ലിയർ ചെയ്തിട്ട് അത് V1ലേക്ക് എടുത്തു വെക്കണം. എന്നിട്ട് ഏത് ഓപ്പറേഷനാണ് സെറ്റ് ചെയ്യണം അല്ലേ. ആഡാണോ സബ്ബാണോ മള്ളാണോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, തൽക്കാലം സെറ്റ് ചെയ്ത് കൊടുത്തു, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി വീണ്ടും പിന്നെ നമ്പർ ആഡ് ചെയ്താൽ വീണ്ടും അതുപോലെ തന്നെ വരും. ഇനി ലാസ്റ്റ് ഈക്വൽ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അപ്പോൾ സ്ക്രീനിലെ വാല്യൂ ഇൻറ്റീജറായിട്ട് ഇവിടെ എടുത്ത് വെക്കും. അതിൻ്റെ കൂടെ നേരത്തെ എടുത്ത വാല്യൂ കൂടെ എന്ത് ചെയ്യും? ഏത് ഓപ്പറേഷനാണോ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ആ ഓപ്പറേഷൻ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യും. റെഡി. ഇനി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്ക്രീൻ ക്ലിയർ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ഷൻ പെർഫോംഡിൽ നമ്മൾ ചെയ്യുക. റെഡി. ഇതിൻ്റെ കോഡ് താഴെ ലിങ്കിലുണ്ടാവും. ഇറ്റ് വിൽ ബി ഇൻ ദി ബിലോ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ KTUവിൽ ആപ്ലെറ്റിൽ നമുക്ക് ചോദിക്കാറുള്ളത്. കുറച്ച് തിയറി ചോദിക്കാറുണ്ട്, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ചോദിക്കാം. HTMLൻ്റെ അകത്ത് എങ്ങനെയാണ് പിന്നെ എംബഡ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു രൂപം ചോദിക്കാം. ഓക്കെ, അതിനുശേഷം ആപ്ലെറ്റ് കാൽക്കുലേറ്റർ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് പിന്നെ എങ്ങനെയാണ് ഒബ്ജക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുള്ള ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ.